അപ്പോൾ എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കശുവണ്ടി, കുറച്ച് കിസ്മിസ് എല്ലാം ഇട്ടു. ഒന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് സവാള ഇട്ട് വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് പേസ്റ്റ് ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മട്ടൺ മസാല. അത് നമ്മൾ മട്ടൺ ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ബിരിയാണി മസാല. അപ്പം ഇത്രയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പം ഞങ്ങൾ മിക്കപ്പോഴും നമ്മൾ കുക്കറിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് തക്കാളി അത്യാവശ്യം വലുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. നല്ലപോലെ കുറച്ചൊന്ന് തക്കാളി വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ, അത് അത്യാവശ്യം എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ്, അതിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുവാണ്. അതിട്ട് കൊടുത്ത് നല്ലതുപോലെ ആ മട്ടൺ എല്ലായിടത്തും മസാല എല്ലായിടത്തും ആകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ഇടുക. പൊടികളും എല്ലാം നമ്മുടെ സൗകര്യാർത്ഥം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അതിന് പ്രത്യേകിച്ച് അളവ് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ എരിവിൻ്റെയും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഇതെല്ലാം മിക്സായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തൈരും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളത് അടച്ച് വെച്ച് അപ്പോഴത്തേനും മട്ടണിൽ നിന്ന് ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങും. അടച്ച് വെച്ചിട്ട് നമ്മുടെ മട്ടൻ്റെ മൂപ്പനുസരിച്ച്, ഇപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ പാകം അനുസരിച്ച് നമ്മൾ എത്രയാണോ വേകാനുള്ള അത് വിസിൽ കേൾപ്പിക്കുക. ഞങ്ങളിപ്പോൾ ഒരു 3-4 വിസിൽ കേൾപ്പിച്ചു കേട്ടോ. 3-4 വിസിൽ കേൾപ്പിച്ച് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ അരി ഒന്ന് കഴുകി കുതിർത്തി കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാനിട്ടിട്ടെന്ന് അതൊന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ അളന്നെടുക്കണം. പക്ഷേ നമ്മുടെ മട്ടൻ്റെ വെള്ളം ഉള്ളതും കൊണ്ട് ആ വെള്ളവും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ അളന്നെടുക്കാൻ. അങ്ങനെ കറക്റ്റ് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ആവശ്യത്തിന് എടുക്കുക. മട്ടൻ്റെ വെള്ളവും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ആ അളവ് കറക്റ്റാക്കുക. എന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് അത് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ അരിനെ ഒന്ന് ഇതാക്കി വെക്കുക, ലെവലാക്കിയിട്ട് ഇളക്കാതെ. നമ്മൾ ആ വെള്ളം ഒഴിച്ച സമയത്ത് നമ്മൾ തിളപ്പിച്ച സമയത്ത് നമ്മളതിനകത്ത് പട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അത് നമ്മൾ പറയാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വിസിൽ കേൾപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.